ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 14th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं चाहिए से बनने वाले कुछ सेंटेंसेस. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഹോഗ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഉണ്ടാകും എന്നുള്ളൊരു ആശയമാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്, ഒരു ചാഹിയെ. ഹിന്ദിയിൽ ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം എന്നാണ്. ചാഹിയെ, എനിക്ക് വേണം, അവനിക്ക് വേണം, അവൾക്ക് വേണം, അവർക്ക് വേണം. ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ मुझे पानी चाहिए, मुझे पानी चाहिए. ഓക്കെ, അവനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ उसे पानी चाहिए, उसे पानी चाहिए. അവൾക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ We'll use the same, उसे पानी चाहिए. ഉസെ എന്ന് തന്നെയാണ് രണ്ടിടത്ത് നമ്മൾ യൂസ് ചെയ്യുക. ഉസെ എന്ന് തന്നെയാണ്. ഓക്കെ, അവർക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ उन्हें पानी चाहिए, उन्हें पानी चाहिए. ഉനേം, ഉൻഹേം എന്നാണ് നമ്മൾ എഴുതുന്ന സമയത്ത്. ഉനേം പാനി ചാഹിയേം. അവർക്ക് ഫുഡ് വേണം. उन्हें खाना चाहिए, उन्हें खाना चाहिए. എനിക്ക് ഫുഡ് വേണം. मुझे खाना चाहिए, मुझे खाना चाहिए. അവൾക്ക് ഫുഡ് വേണം. उसे खाना चाहिए, उसे खाना चाहिए. അവന് ഫുഡ് വേണം. उसे खाना चाहिए, उसे खाना चाहिए. അവർക്ക് ഫുഡ് വേണം എന്ന് പറയുമ്പോൾ उनको खाना चाहिए അല്ലെങ്കിൽ उन्हें खाना चाहिए. ഉൻകോ അല്ലെങ്കിൽ ഉനേം രണ്ടും നമുക്കവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോൾ हमें चाहिए, ഹമേം ചാഹിയെ. ഞങ്ങൾക്ക് വെള്ളം വേണം. हमें पानी चाहिए. ഞങ്ങൾക്ക് ഫുഡ് വേണം. हमें खाना चाहिए. ഓക്കെ, എനിക്ക് അപ്പം എനിക്ക് ക്യാഷ് വേണം, പൈസ വേണം എന്ന് പറയുമ്പോൾ मुझे पैसा चाहिए, മുझे मुझे पैसा चाहिए. അവനിക്ക് ക്യാഷ് വേണം. उसे पैसा चाहिए, അവൾക്ക് ക്യാഷ് വേണം. उसे पैसे चाहिए അല്ലെങ്കിൽ पैसा चाहिए. പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാം, സിംഗുലർ ആയിട്ട് पैसा എന്നും പറയാം, പ്ലൂറൽ ആയിട്ട് पैसे എന്നും പറയാം. പൈസ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അവർക്ക് ക്യാഷ് വേണം എന്ന് പറയുമ്പോൾ उन्हें पैसे चाहिए, उन्हें पैसे चाहिए. ചാഹിയെ. ഞങ്ങൾക്ക് ക്യാഷ് വേണം എന്ന് പറയുമ്പോൾ हमें पैसे चाहिए, हमें पैसे चाहिए. ഓക്കെ, ചാഹിയെ നമ്മൾ പറഞ്ഞു, വളരെ ഈസി ആയിട്ടുള്ള ഒരു വേർഡ്. ആ ഒരു മീനിങ് ആണ്, ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ചാഹിയെ വേണം. നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് കൂടി നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, ഇപ്പോ എനിക്ക് വെള്ളം വേണ്ട എന്ന് പറയുമ്പോൾ मुझे पानी नहीं चाहिए, मुझे पानी नहीं चाहिए. ഓക്കെ, നെഹിൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് വേണ്ട എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, എനിക്ക് വെള്ളം വേണ്ട. मुझे पानी नहीं चाहिए. ഓക്കെ, അവൾക്ക് വെള്ളം വേണ്ട എന്ന് പറയുമ്പോൾ उसे पानी नहीं चाहिए, उसे पानी नहीं चाहिए. അവർക്ക് വെള്ളം വേണ്ട എന്ന് പറയുമ്പോൾ उन्हें पानी नहीं चाहिए, उन्हें पानी नहीं चाहिए. ഓക്കെ, ഇവിടെ അവനിക്ക്. ഇനി അവൾക്ക് വെള്ളം വേണ്ട എന്ന് പറയുമ്പോൾ पानी नहीं चाहिए, സെയിം ആണ് യൂസ് ചെയ്യാം. ഉസയാണ് യൂസ് ചെയ്യുക. സെയിം ആയിട്ട് തന്നെയാണ് അവിടെ പറയാം. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ हमें खाना नहीं चाहिए, हमें खाना नहीं चाहिए. അവന് ഫുഡ് വേണ്ട. उसे खाना नहीं चाहिए, उसे खाना नहीं चाहिए. അവൾക്ക് ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ उसे खाना नहीं चाहिए, उसे खाना नहीं चाहिए. അവർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ उन्हें खाना नहीं चाहिए, उन्हें खाना नहीं चाहिए. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചാഹിയെ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു സെന്റൻസ് എന്ന് പറയുന്നത്. ചാഹി എന്നുള്ളൊരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. വേണം, വേണ്ട, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം വേണ്ട. ഈ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ എപ്പിസോഡും നമ്മൾ പറയുന്ന കൂടെ തന്നെ നിങ്ങളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് ഏതൊരു ലാംഗ്വേജും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ എപ്പിസോഡും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കുക. നമ്മുടെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളത് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി പുതിയ ആശയങ്ങളുമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും, നമ്മുടെ എപ്പിസോഡ്സ് നിങ്ങൾ എല്ലാം തീരുമ്പോഴേക്കും നിങ്ങൾ ഹിന്ദി എങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു റേഞ്ചിൽ, ഒരു ലെവലിൽ നിങ്ങൾ എത്തും. ഞങ്ങൾക്കത് 100% ഉറപ്പാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ,
ആൻഡ് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ ഇനി ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഹിന്ദി പ്ലസിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ട്രെയിനേഴ്സ് ആണ് നിങ്ങൾക്ക് ഹിന്ദി പഠിപ്പിച്ചു തരാം. സോ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സായിട്ട് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.